അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ പറ്റി മനസ്സിലാക്കണം. അല്ലാഹു പറയുന്നു, നബിയെ പറഞ്ഞു കൊടുക്ക്, അല്ലാഹു വലിയവനാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നരകത്തെ പറ്റിയും ഇങ്ങനെ മഹ്ശറെ പറ്റിയും സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റി നമ്മൾ അത്ഭുതത്തോടെ പറയും. അള്ളാഹുവിന്റെ ശിക്ഷ കഴിഞ്ഞാൽ അങ്ങനെ അള്ളാഹുവിന്റെ ഭയാനകത്തെ പറ്റി നമ്മൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെതായ അനുഗ്രഹത്തെ പറ്റി നമ്മൾ പറയണം. ഈ കാണുന്ന ഭൂമികൾ മൊത്തവും അള്ളാഹു പടച്ചു, അതിലുള്ള വൃക്ഷങ്ങളെല്ലാം പടച്ചു. നമ്മൾ ചിന്തിക്കണം, നമ്മളൊന്ന് ചിന്തിക്കണം. എന്താ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ പഠിപ്പിക്കുകയാണ്. അലം നജഅലിൽ അർള മിഹാദാ വൽ ജിബാല ഔതാദാ وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, വിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനെ തന്നെ പഠിപ്പിക്കുകയാണ്. അലം നജഅലിൽ അർള മിഹാദാ, നിങ്ങൾക്ക് ഞാൻ ഭൂമിയെ തന്നില്ലയോ? ഇങ്ങനെയാണ് ഭൂമിയെ തന്നത്, വിരിപ്പാക്കി തന്നില്ലയോ? നിങ്ങൾക്ക് വിരിപ്പാക്കി ഭൂമിയെ തന്നില്ലയോ? ആ ഭൂമിയെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറച്ചു നിൽക്കാൻ അല്ലാഹു പർവ്വതങ്ങളെയും തന്നില്ലയോ? വൽ ജിബാല ഔതാദാ, അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയെ തന്നില്ലയോ? ഒരു പലക ഒരു ഭിത്തിയിലിരിക്കണമെങ്കിൽ ആണി ഇറഞ്ഞു വെക്കുന്നത് പോലെ ആ ഭൂമിയിൽ നിങ്ങൾക്ക് ആ ഭൂമി ഉറച്ചു നിൽക്കാൻ അല്ലാഹു പർവ്വതങ്ങളെ തന്നില്ലയോ? മലകളെ അല്ലാഹു പണിഞ്ഞില്ലയോ? അല്ലാഹു പ്രകാശത്തെ തന്നില്ലയോ? അല്ലാഹു പ്രകാശത്തെ തന്നില്ലയോ? അല്ലാഹു റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാന് പ്രകാശത്തെ തന്നില്ലയോ? അല്ലാഹു രാത്രിയെ തന്നില്ലയോ? അല്ലാഹു നിങ്ങൾക്ക് രാത്രിയെ തന്നില്ലയോ? അല്ലാഹു രാത്രിയെ തന്നില്ലയോ? എന്തിനാണ് നിങ്ങൾക്ക് വിശ്രമിക്കാൻ രാത്രിയെ തന്നില്ലയോ? നിങ്ങൾക്ക് ഉറങ്ങാൻ രാത്രിയെ തന്നില്ലയോ? നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ അല്ലാഹു പകലിനെ തന്നില്ലയോ? എന്റെ പ്രിയപ്പെട്ടവനെ കഴിക്കാൻ കുടിക്കാൻ അല്ലാഹു നിങ്ങൾക്ക് സുഖസൗഭാഗ്യങ്ങൾ ഒരുക്കി തന്നിട്ട് ആ പടച്ചിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നുവോ? അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നുവോ? അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നുവോ? ഓർക്കണം പ്രിയപ്പെട്ടവരെ, കാണാൻ കണ്ണ് തന്നു, ആ കണ്ണിന് അല്ലാഹു കാഴ്ച തന്നില്ല. ആ കണ്ണിന് അല്ലാഹു കാഴ്ച തന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഈ ഭൂമിയിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുക? നമ്മുടെ മാതാപിതാക്കളെ കാണുക, നമ്മുടെ കൂട്ടുകുടുംബാദികളെ കാണുക, ഭാര്യ ഭർത്താക്കന്മാരെ കാണുക, മക്കളെ കാണുക. എങ്ങനെയാണ് കാണുന്നത്? ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എത്രത്തോടെ സ്തുതി പറഞ്ഞാലും എത്ര ഇബാദത്ത് ചെയ്താലും മതിയാവൂല. പിന്നെയാണോ എന്റെ പ്രിയപ്പെട്ടവരെ ഈ 5 വഖത്ത് മാത്രം നമ്മൾ നിസ്കരിക്കുമ്പോ അതെങ്കിലും നേരെ ഒന്ന് നിസ്കരിക്കുന്നുവോ? ചിന്തിക്കണം. ഖുർആൻ ഓതുന്നുവോ? ചിന്തിക്കണം. തെറ്റ് മാത്രമാണ്. നമ്മൾ ഉറക്കമുണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിൽ എന്റെ പ്രിയപ്പെട്ടവരെ തെറ്റ് ചെയ്യാത്ത സമയമുണ്ടോ? തെറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ടോ? ഏതെങ്കിലും ഒരു മണിക്കൂറുണ്ടോ? എന്താണ് നമ്മൾ ചെയ്യുന്നത്? എന്താണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? നമുക്ക് തന്നെ അറിയത്തില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കണം. തെറ്റ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കുന്നില്ല. അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്നില്ല.
മാതാപിതാക്കൾ കാണാതിരിക്കാൻ, നാട്ടുകാര് കാണാതിരിക്കാൻ, മക്കൾ കാണാതിരിക്കാൻ, ഭാര്യ കാണാതിരിക്കാൻ, ഭർത്താവ് കാണാതിരിക്കാൻ, നിന്റെ കൂടപ്പറപ്പുകൾ കാണാതിരിക്കാൻ വേണ്ടി ഒളിവിലും മറവിലും ഒറ്റയ്ക്കും ഇരുട്ടത്തുമായി എത്ര തെറ്റുകളാണോ ചെയ്യുന്നത്. അവർക്ക് കൊടുക്കുന്ന ഒരു വില പോലും നിന്റെ റബ്ബിന് നീ കൊടുക്കുന്നുവോ? റൂം അടച്ചിട്ട് അല്ലാതെ നീ ഒരു സ്ഥലത്ത് പോയിരുന്ന് ആരും കാണാത്ത പ്രദേശത്തിരുന്ന് നീ ചെയ്യുന്ന ഓരോ തെറ്റുകളും നീ എവിടെ ഒളിച്ചിരുന്നാലും നിന്റെ റബ്ബ് കാണുന്നല്ലോ. ആ പടച്ച റബ്ബിനെ മനസ്സിലാക്കുന്നില്ലല്ലോ, ആ പടച്ച റബ്ബ് കാണുന്നുണ്ടെന്നുള്ള ചിന്തയില്ലല്ലോ. അവർക്ക് കൊടുക്കുന്നവര് വില പോലും നിന്റെ റബ്ബിനെ നീ കൊടുക്കുന്നില്ലല്ലോ. നീ ചെയ്യുന്ന തെറ്റിന് നീയായിട്ടാണ് നീ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്, അല്ലാതെ അള്ളാഹു ആയിട്ട് തരുന്നതല്ല. നീ നല്ലത് ചെയ്താൽ നിനക്ക് നിന്നെ അള്ളാഹു പരീക്ഷിക്കും, ഒരിക്കലുമില്ല. അള്ളാഹു നിന്നോട് ആ വഴി കൂടെ കടന്നു പോകല്ലെന്ന് പറഞ്ഞു. നീ പോകുന്നു, നീ എന്നെ ശിക്ഷ ഏറ്റുവാങ്ങുന്നു, നേരെ നരകത്തിൽ പോകുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ചിന്തിച്ചു വെച്ചോ.